നിരവധി മക്കൾക്ക് അവർക്ക് വളരെ പ്രയോജനപ്രദമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് DPP എന്ന് പറയുന്നത്. ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. അതായത് നമ്മുടെ സൈലന്റ് ലേണിംഗ് ആപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. നമുക്കറിയാം, നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിലെല്ലാം തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ യോധ ബാച്ചിൽ ഇപ്പോൾ ഒരു കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ബയോളജിയുടെ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻവിസിബിൾ ലിവിംഗ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഒരു വലിയ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനെ പല ഭാഗങ്ങളാക്കി, പല പാർട്ടുകളാക്കിയിട്ടാണ് നമ്മൾ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് ആ പർട്ടിക്കുലർ പാർട്ടിൽ നിന്ന് പോസിബിളായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർക്ക് ലഭ്യമാവുകയാണ്. അപ്പോൾ അത് കൃത്യമായി കുട്ടികൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് തന്നെ സെൽഫ് ഇവാലുവേഷൻ പോസിബിൾ ആവും. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നൊരു സെൽഫ് അവയർനെസ് അവർക്ക് കിട്ടും. അത് അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ തുടർന്ന് പഠിക്കാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഈ DPP എങ്ങനെ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തണം എന്ന് അറിയാത്തവരുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. മക്കളെ, കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ യോധ ബാച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് സബ്ജക്ട്സ് കാണാം. അത് ഇന്നലെ ബയോളജി ക്ലാസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബയോളജി ഓപ്പൺ ചെയ്ത് ആ ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള DPP നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം സാറിപ്പോൾ ഓൾറെഡി ഒന്ന് അറ്റൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഓൾറെഡി ചെയ്തതാണ്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കതിൻ്റെ എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ടുണ്ട്, എത്ര സ്കോറിംഗ് ഉണ്ട്, എത്ര ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് എത്രയാണ്, എത്ര ടൈമിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എത്രയാണ് ആക്യുറസി, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇൻക്ലൂഡിങ് സൊല്യൂഷൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അറിയാത്ത മക്കൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ DPP എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നുള്ളത്. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ബാച്ച് പർച്ചേസ് ചെയ്ത കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ DPP കാര്യങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സും കിട്ടുക. അതുകൊണ്ട് തന്നെ ബാച്ച് ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ ബാക്കിയുള്ളവരെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. അടിച്ച് പൊളിച്ച് പഠിക്കാം. കാരണം തുടക്കത്തിൽ പഠിച്ചാൽ നമുക്ക് സെറ്റായിട്ട് പഠിക്കാം, തകർത്ത് പഠിക്കാം, ഫുൾ മാർക്ക് നേടാം.